ഒരു അണ്ടർഗ്രൗണ്ട്. ഓക്കെ നമുക്ക് ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു കൊട്ടാരമാണ് പരീമഹൽ. അപ്പോൾ ആ ഒരു പരീമഹലിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 120 റുപ്പീസിന് ടിക്കറ്റ് എടുത്തു. 120 റുപ്പീസിന് ടിക്കറ്റ് എടുത്തു. നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. പാർക്കിൽ പോവാം. കസുദാ നിപ്പുണ്ട്. മമ്മി പോവാം. പിന്നെ അസുരം ബാ. ഓക്കെ, കയറിയപ്പോൾ അവിടെ ചെയിനൊക്കെ നോക്കി വരാം. സൂചി പോലെ ഇങ്ങനെ ഒരു പട്ടാളക്കാരനുണ്ട്. പരീമഹൽ സംഭവങ്ങളോ. ആ സൈഡിലാണെങ്കിൽ മഞ്ഞ് മീൻ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി, ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഉള്ള ഒരു സ്പോട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും 200-300 ആ റേറ്റൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാൻ ഡിഫറെൻ്റ് ആയിട്ട് ലൊക്കേഷൻ. പട്ടാളക്കാർ ഇവിടെ സംഭവമുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് നേരെ കൊട്ടാരത്തിൻ്റെ കോട്ടയുടെ മുകളിലോട്ട് കയറാവുന്നതാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അത് സംഭവം നല്ല ഡിസൈനിങ് ആയിട്ടുണ്ട്. നേരെ മുകളിലോട്ട് കയറിപ്പോവാം. പഴയ കാലത്തെ കോട്ട അതേപോലെ ആണെങ്കിലും കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്താ വരുന്നതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഒരു സൈഡിൽ ഇഷ്ടംപോലെ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോയൊക്കെ കണ്ടോ, സൂപ്പർ. അപ്പോൾ കോട്ടയ്ക്കകത്ത് നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. നസറൻ കമോൺ, ദാ മമ്മി ദാ നിപ്പുണ്ട്, തസുദാ നിപ്പുണ്ട്, ദാ നിൽക്കുന്നു ഡാഡി ദാ നിപ്പുണ്ട്, റയാൻ ദാ നിപ്പുണ്ട്. കൊള്ളാമോ? സൂപ്പർ സ്ഥലങ്ങള് മതി. തസുദാ നിപ്പുണ്ട്. റയാൻ എങ്ങനെയുണ്ട്? നസറിൻ. ഇവിടെ മഞ്ഞുണ്ട്, നോക്കി നടക്കണം. പരീമഹൽ സ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നോക്കി വേണം നടക്കേണ്ടത്. ഇവിടെ വന്ന് ഏകദേശം ഒരു 10 ഇടത്ത് ഞാൻ വീണിട്ടുണ്ട് ടോട്ടല്. ആ സൈഡിൽ ഇല്ല, ഈ സൈഡിലുണ്ട്. നമ്മൾ കാശ്മീർ വന്നു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് കാണാറുണ്ട്. ആ സ്ഥലങ്ങളിൽ പരീമഹലിന് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ഹൈറ്റുള്ള ഒരു പ്ലേസാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട് ഇഷ്ടംപോലെ മഞ്ഞ് വീണ് ഒരു സൈഡിൽ കിടക്കും, ഒരു സൈഡിൽ മഞ്ഞുമില്ല. അപ്പോൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മുകളിൽ കയറണം. മുകളിൽ കയറി പോവുകയാണ് കേസ്. നമ്മളവിടുത്തെ കാറ്റാടി മരം പോലത്തെ മരം. ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നല്ല വിശ്വാസമുണ്ട് കേട്ടോ. ഇതുപോലെ കോട്ടകളുണ്ട്. കുറച്ച് ആൾക്കാരെ ഇവിടെ ഉള്ളൂ. പരീമഹൽ ഇവിടെ എന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. നല്ല വിശ്വാസം കൂടെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ തുരങ്കത്തിലോട്ട് പോവുകയാണ് ഗൈസ്. ബാ 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 ബാ. അപ്പോൾ ഇതാ ഒരു കിടിലം വ്യൂ പോയിന്റ് കേട്ടോ. ഒരു രക്ഷയില്ല. താഴെ ഹെലിപാഡിൻ്റെ ഒരു സ്പേസ് ഒക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും. കണ്ട
അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, പോയിൻ്റ് ഡേഞ്ചർ പോയിൻ്റാണ്. ഈ സൈഡിലൊന്നും വന്ന് നിൽക്കാൻ പാടില്ല, ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. താഴെ വീണ തീർന്നു ഗൈസ്. എന്താ ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ പോയിന്റ്സ്. കാശ്മീർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും പരീമഹൽ കണ്ടിരിക്കണം. അതിലും ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് കാണണം. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ പോയിന്റ്സ് ആണ് പരീമഹൽ. താഴെ നോക്കിത്തരാം, ഒരു ഗുഹ ഉണ്ട്. ഗുഹ എന്താണെന്ന് തോന്നുന്നു. അവിടെ നിൽക്കിതാ പറഞ്ഞു നെല്ല്, ഞാൻ നോക്കട്ടെ വരാൻ പോകാൻ പറ്റും. ഒരു അണ്ടർഗ്രൗണ്ട് കേട്ടോ, സംഭവം കൊള്ളാം. സൂപ്പർ കിടിലായിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മിച്ചിമിച്ചിലെ ഇവിടെ ഒന്നും പറ്റില്ല കേട്ടോ, എല്ലാം ഓപ്പൺ പ്ലേസ് ആണ്. ഇവിടെ സംഭവം വരുന്നത് തന്നെ ഡേഞ്ചറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് നല്ല കിടിലം പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഒരു രക്ഷയല്ല, നല്ല പോയിൻറ്റ്സ്, ഫോട്ടോസൊക്കെ എടുക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ വന്ന് പോകുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് വരെ പോയിട്ട് നമുക്കിതാ ഇതുപോലെ താഴോട്ട് നോക്കാം. മഞ്ഞ് വീണ് കിടക്കണണ്ട. ഓക്കെ, നമുക്കിനി അത് കഴിഞ്ഞിട്ട് ഇപ്പുറ സൈഡ് പോയി കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു ടണലുണ്ട്. ഒരു തുരങ്കം വഴി ഇതാ തസുവും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയുണ്ട്? ഇതാണ് യഥാർത്ഥത്തിൽ കാണേണ്ട സ്ഥലം. സ്പീഡി വാ. അപ്പോൾ നമ്മളൊരു ചെറിയ തുരങ്കം വഴി നേരെ താഴോട്ട് പോകാം. ലാസ്റ്റ് പോ. സൂപ്പർ. ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? അല്ല, കൊള്ളാം. ഇഷ്ടപ്പെട്ടാ? ഇങ്ങോട്ടോ നടന്നു. ഞാനിങ്ങോട്ടത് ഇങ്ങോട്ട് നടന്നു. ഇങ്ങോട്ടോ നടന്നു. ഇങ്ങോട്ടോ